ഹലോ, വെൽക്കം ടു മംസ് റുട്ടീൻ. എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നുണ്ടെന്ന് കരുതുന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടും റാഹത്തൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. ബറാത്തിൻ്റെ അന്ന് എടുത്തിട്ടുള്ള കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോ. പിന്നെ അതുകൂടാതെ ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഒരു കൂട്ടുകാരി ചോദിച്ചതാണ്. അപ്പോൾ ഒരുപാട് വീട്ടിൽ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ ചെറിയ എന്തെങ്കിലും അറിയണ ഒരു കാര്യം പറഞ്ഞു തരുമോ, ഒരു കുറച്ചെങ്കിലും മനസ്സിനൊരു ഇത് കിട്ടാനാണ്, ഒരു ധൈര്യം കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കൊണ്ടുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതി. രാവിലെ പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ മുറ്റക്കൊന്ന് അടിച്ചു വരിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാനിത് വീണ്ടും കിച്ചണിൽ കയറിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ ലഞ്ചിന് അയല കറി വെക്കുകയാണ്. പിന്നെ കുറച്ച് ഉപ്പേരി ഉണ്ടാക്കണം, താളിപ്പെന്തെങ്കിലും ഉണ്ടാക്കണം. അങ്ങനെയൊക്കെ ഇട്ടാന്ന് നമ്മളങ്ങനെയൊക്കെയാണ് ഇന്ന് ഉച്ചക്കത്തെ ഭക്ഷണം. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കണ ഒരു തിരക്കിലാണ് രാവിലെ. പെട്ടെന്നാണ്ട് നമ്മൾ കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമല്ലോ അല്ലേ. അപ്പോഴാണ് നമ്മളെ കിച്ചണിലത്തെ പണി കഴിഞ്ഞാലാണ്. എന്നിട്ട് ഒന്നിച്ചങ്ങോട്ട് വൃത്തിയാക്കുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. വീട്ടിൻ്റെ ഉള്ളിൽ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കുറച്ച് പോയിട്ടൊന്ന് അടിക്കാൻ വേണ്ടി പോയി, പിന്നെ വന്നതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒന്ന് ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ നോക്കി രണ്ടെണ്ണം കൂടി ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുമ്പോൾ പണി കൂടുതലും ആവും, ഒന്നാകെ പരന്ന് കിടക്കും. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ വേഗം അങ്ങോട്ട് കുക്കിംഗ് കഴിഞ്ഞ് കിച്ചണോട് വൃത്തിയാക്കിയതിന് ശേഷമാണ് ബാക്കി ക്ലീനിങ്ങിനായിട്ട് പോകല്. എപ്പോഴും ഞാൻ ചെയ്യണത് അങ്ങനെ തന്നെയാണ്. ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്നത് നമ്മൾ സ്ത്രീകളാണല്ലേ. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഇടപഴകുന്നത് നമ്മൾ സ്ത്രീകളാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ചിലർ പറയും പുരുഷന്മാരാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് എടുക്കുന്നത്, അവർ വീട്ടിലത്തെ എല്ലാ കാര്യങ്ങളും സാമ്പത്തികമായിട്ടുള്ള അവരുടെ ടെൻഷനും ഭയങ്കരമാണെന്ന് പറയും. പക്ഷേ എന്തോ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ പോണ ആളുകൾ സ്ത്രീകൾ തന്നെ ആയിരിക്കും. വീട്ടിലുള്ള പ്രശ്നങ്ങൾ, ഓരോ വീട്ടിലെ സാഹചര്യങ്ങളും പല രീതിയിലായിരിക്കും അല്ലേ. അപ്പോൾ നമ്മളും കുറച്ച് ടെൻഷനിലൂടെയൊക്കെ ഞാൻ വന്ന ആളാണ്. അന്ന് ഞാൻ കരുതിയിരുന്നു എനിക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളത് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ ഇതിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കാൻ എനിക്കൊരാളുണ്ടെങ്കിൽ എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നൊരു സമയം എനിക്കുണ്ടായിരുന്നു. അവസാനം ഞാൻ കണ്ടെത്തിയത് എൻ്റെ സൊല്യൂഷന് ഞാൻ തന്നെയാണെന്ന് കേട്ടോ. എൻ്റെ മനസ്സ് തന്നെയാണ്. എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഞാൻ തന്നെയാണ് കാണേണ്ടത്. അത് മറ്റുള്ളവർ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ അവർ നമ്മളെ എങ്ങനെ നമ്മളെ ഫോഴ്സ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാലും നമ്മൾ അതിൽ നിന്ന് റിക്കവറി ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ കൂട്ടുകാരി ചോദിച്ചതിന് എനിക്ക് പറയാനുള്ളത്, എന്താണ് നമ്മുടെ പ്രശ്നം എന്നുള്ളത് ആദ്യം നമ്മൾ തിരിച്ചറിയട്ടെ. വീട്ടിലെ പ്രശ്നങ്ങളുണ്ടാവും, ഒരുപാട് പേര് വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ടാവും. അപ്പോൾ അതിന് പരിഹാരം കാണുക എന്നുള്ളത് നമ്മളെ മൈൻഡ് ഒന്ന് റിലാക്സ് ആക്കിക്കൊണ്ട് തന്നെയാണ്. ഈ പ്രശ്നങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കാതിരിക്കുക, ആ പ്രശ്നങ്ങളിൽ നിന്ന് കഴിയുന്നതും നമ്മൾ ഒഴിവായി നിൽക്കുക. നമുക്ക് മനസ്സിന് എന്താണ് സന്തോഷം കിട്ടുന്നതെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഈ പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോഴും അത് നമ്മൾ കേൾക്കുമ്പോഴും അവരിൽ നമ്മൾ ഇടപഴകുമ്പോഴുമാണ് നമുക്ക് കൂടുതൽ ടെൻഷൻ വരുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമ്മൾ കഴിയുന്നതും ഒഴിവാക്കി നിൽക്കട്ടെ. അവരെ ഒഴിവാക്കിയിട്ട് നമുക്ക് നമ്മളുടേതായ കാര്യങ്ങൾ, നമ്മളെ മക്കളുണ്ടാവുമല്ലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടാവും, അതിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമുക്കുള്ളൊരു മറ്റൊരു പ്രശ്നമാണ്, ഞാൻ ഒന്നിനും പോരാ, എന്നെക്കൊണ്ട് ഇത് പറ്റില്ല എന്നൊരു തോന്നൽ ഒട്ടുമിക്ക സ്ത്രീകളിലുണ്ട് കേട്ടോ. അത് എനിക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിനൊരു പരിഹാരം കാണാൻ എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ള നമ്മുടെ ചിന്താഗതി ആദ്യം നമ്മൾ മാറ്റിയെടുക്കുക കേട്ടോ. എന്നിട്ട് എന്നെക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന് എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കുക. എല്ലാ കാര്യത്തിനും നമ്മൾ മറ്റുള്ളവരെ ആശ്രയിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലേ, സ്ത്രീകൾക്ക് പൊതുവേ ഉള്ളതാണത്. പുരുഷന്മാരെ ആണ് എല്ലാ കാര്യത്തിനും നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു അഭിപ്രായം ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു ഇത് നമ്മളെ സ്ത്രീകളിൽ കൂടുതലായിട്ടുണ്ട്. അപ്പോൾ ആ ചിന്താഗതി നമ്മൾ മാറ്റിയെടുക്കുക. എന്നെക്കൊണ്ട് പറ്റില്ല എന്നും മറ്റുള്ളവരുടെ ഒരു അഭിപ്രായം ഇല്ലാതെ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഞാൻ ആശ്രയിച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതും നമ്മൾ അങ്ങോട്ട് ആ മനസ്സിൽ നിന്നത് പാടെടുത്ത് കളയട്ടെ. എന്നിട്ട് നമ്മളെക്കൊണ്ട് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് ഒരു വിജയത്തിലെത്തിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും നമുക്ക് ചെയ്യാനുള്ളൊരു പ്രചോദനം ഉണ്ടാവും. അത്
എൻ്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ പരിഹാരം കണ്ടെത്തി തുടങ്ങിയതോടെ എൻ്റെ മനസ്സിന് കൂടുതൽ സ്ട്രെങ്ത്തായി തുടങ്ങിയിട്ടാ. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ സോൾവ് ചെയ്ത് പോകുമ്പോൾ അത് നമുക്ക് കൂടുതൽ മനസ്സിനും ശരീരത്തിനൊക്കെ കരുത്തേകും. ഞാനൊന്നുമല്ല എന്ന് തോന്നിയെടുത്ത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ എന്തൊക്കെയോ ആയിട്ടുണ്ടാവും. അവർ നമ്മളെ അംഗീകരിക്കുമ്പോൾ അല്ല, അത് നമ്മളെ കാര്യങ്ങൾ നമുക്ക് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ നമ്മൾ എന്തോ ആയിട്ട്. അങ്ങനെ നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കുറേ സംസാരിച്ചപ്പോൾ അങ്ങനെ നമ്മൾ കുക്കിങ്ങും അതിൻ്റെ ഇടയിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഞാൻ എന്നെക്കൊണ്ട് അറിയുന്ന കാര്യങ്ങളെ നമുക്കൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അല്ലേ. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എന്നെ പുറത്തുനിന്നേ നിന്ന് ഒരാൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരാൻ വേണ്ടി പറ്റുമെന്ന് ഒരാൾക്ക് തോന്നിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിലും എന്തെങ്കിലും ചെറിയ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഞാൻ ചിന്തിച്ചിട്ടുള്ളത് എന്നെക്കൊണ്ട് ഒന്നും പറ്റില്ല, എൻ്റെ ലൈഫിൽ മറ്റുള്ളവർക്കൊരു കാര്യം പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ എൻ്റെ ലൈഫ് നോക്കിയിട്ട് അങ്ങനെ ആയിക്കോന്ന് പറയാനൊന്നും നമ്മൾക്ക് ഒരു കഴിവില്ല എന്നാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നെ അറിയുന്ന എൻ്റെ കൂട്ടുകാരികൾ അല്ലെങ്കിൽ എന്നിൽ എന്തെങ്കിലും ചെറിയ ഗുണങ്ങളുണ്ട് എന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളുണ്ട്. അപ്പോൾ അവർ പറയുമ്പോൾ നമ്മളിലും എന്തെങ്കിലും ചെറിയ ഗുണങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളത് ഞാൻ ഇന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്നുമല്ല എന്ന് ചിന്തിക്കുന്നവരോടാണ് ഞാനിപ്പോൾ ഈ കാര്യം പറഞ്ഞിട്ട്. എല്ലാവരിലും എന്തെങ്കിലും ചെറിയ ഗുണങ്ങളുണ്ടാവും. മറ്റുള്ളവരില്ലാത്തൊരു ചെറിയ എന്തെങ്കിലും കാര്യമായിരിക്കും നമ്മളിലുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും ഒരുപോലെ അല്ലല്ലോ, എല്ലാവരും ഒരേപോലെയല്ല ആരും സൃഷ്ടാവ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരിലും ഒരു നല്ല ഗുണങ്ങളുണ്ടാവും, പിന്നെ കുറേ പോരായ്മകളുണ്ടാവും, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ പോരായ്മകളെ തിരിച്ചറിയാനാണ് നമ്മൾ ആദ്യം ശ്രമിക്കേണ്ടത്. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ആ പോരായ്മയെ എങ്ങനെയാണ് നമ്മൾ മാറ്റിയെടുക്കേണ്ടത് എന്നുള്ളതും കൂടി ചിന്തിക്കുക. അപ്പോൾ നമുക്ക് കുറേ നമ്മളെ ലൈഫൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഏർപ്പെടുക എന്ന് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ കുറച്ചൊരു സമയം എനിക്കിഷ്ടമുള്ള, നമ്മൾ കുറേ അടിക്കുമ്പോഴും തുറക്കുമ്പോഴും അല്ലെങ്കിൽ വേറെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യുന്നുണ്ട്, അത് ഒരു ഓട്ടോമാറ്റിക്കലി നമ്മളിങ്ങനെ ചെയ്തു പോവാണ്. പക്ഷേ ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവുമല്ലോ നമ്മുടെ ലൈഫിൽ, അങ്ങനെ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതൊക്കെ കേട്ടോ. എനിക്ക് ടൈമില്ല, എനിക്ക് കുറേ കാര്യങ്ങൾ, ഒരു എൻ്റെ ഉമ്മ ഉണ്ട് വീട്ടിൽ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പ്രായമുള്ള ആളാണ്, അല്ലെങ്കിൽ വീട്ടിൽ ഒരുപാട് ജോലികളുണ്ട്. എന്നാലും എനിക്കിഷ്ടപ്പെട്ട കാര്യത്തിന് വേണ്ടി ഞാൻ കുറച്ച് സമയം കണ്ടെത്തണ്ടേ. അപ്പോൾ അതാണ് ഞാൻ ഒരു ഈ പ്ലാന്റ് എടുത്തിട്ട് അങ്ങോട്ട് മാറ്റിവെക്കുക, പ്ലാന്റ് എടുത്തുകൊണ്ട് മാറ്റി, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യൂട്ടാ. എന്നിട്ട് അതിൽ കുറച്ച് സംതൃപ്തി കാണും. അങ്ങനെ എല്ലാവരും നമ്മളെ മനസ്സിന് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്നുള്ളത് ആലോചിച്ചിട്ട് അത് നോട്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് സമയം അതിനുകൂടി ചിലവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ മനസ്സ് കുറേ റിലാക്സ് ആയിട്ടിരിക്കും. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും ടെൻഷൻ അനുഭവിക്കുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ടെൻഷൻ അനുഭവിക്കുന്ന ആൾ, അല്ലെങ്കിൽ എനിക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത്. അത് ശരിക്കും അങ്ങനെയല്ല. നമ്മളെക്കാട്ടും ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്, ഒരുപാട് കുടുംബങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അവരിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ളിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ വീട്ടിലുള്ള പ്രശ്നങ്ങളോ നമ്മളത് അറിയില്ല. നമ്മളത് ഒരാളെ ഉള്ളിലുള്ള കാര്യങ്ങൾ നമ്മൾ അറിയില്ലല്ലോ. പക്ഷേ അത് പുറമേ അവരത് കാണിക്കാതെ അവരുടെ ലൈഫ് നല്ലപോലെ കൊണ്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരോട് നമുക്കൊരു റെസ്പെക്റ്റ് തോന്നിയിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് പേഴ്സണലി. എങ്ങനെയാണ് ഇവരിത് റിക്കവർ ചെയ്തിട്ട് പോകുന്നത്, അവർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ലല്ലോ എന്ന് ഞാൻ ഇങ്ങനെ കരുതും മനസ്സിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെ തന്നെയാണ്. ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരം മൈൻഡും ഒക്കെ നമ്മൾ വീക്കായിട്ട് നമ്മൾ ചെയ്യുന്ന ജോലിയൊന്നും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. നാളേക്കായിട്ട് നമ്മൾ ഒന്നും മാറ്റി വെക്കണം കേട്ടോ. ഇന്ന് നമ്മൾക്ക് കഴിയാനുള്ള കാര്യങ്ങൾ, ഇന്ന് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ഇന്ന് തന്നെ ചെയ്യുക. നമ്മൾ അങ്ങനെ ഉണ്ടല്ലോ, ചില സ്ത്രീകൾക്ക് അങ്ങനെ ഒരു ശീലം കൂടി ഉണ്ട്. നല്ല വീട്ടിലെ ബെഡ്ഷീറ്റ് മാറ്റി വെക്കും, നല്ല പാത്രങ്ങൾ മാറ്റി വെക്കും. അത് നാളേക്ക് അല്ലെങ്കിൽ വിരുന്നുകാർ വരട്ടെ അല്ലെങ്കിൽ ഞാൻ പിന്നെ ഉപയോഗിക്കുമെന്ന് പറഞ്ഞാണ്ട് എടുത്ത് വെക്കണം. ആ ഒരു ശീലം നമുക്ക് നല്ലതല്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. കാരണം ഇന്ന് നമ്മൾ സന്തോഷിക്കാൻ വേണ്ടി ശ്രമിക്കുക. നാളെ എന്താവും, എങ്ങനെയാണ് നമ്മൾ ലൈഫെന്ന് ആർക്കും കരുതാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇന്നത്തെ ലൈഫിൽ നമുക്ക് എങ്ങനെയാണ് സന്തോഷം കണ്ടെത്തുക എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത്.
കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക. നമ്മൾ ഒരു ആത്മവിശ്വാസം കൂടി നമുക്ക് വരുത്തട്ടെ. അങ്ങനെ നമ്മുടെ ലൈഫ് അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക. അപ്പോൾ നമ്മളെ കൂട്ടുകാരി ചോദിച്ചപ്പോൾ ഇതിന് എന്താണ് ഞാൻ പറയേണ്ടത് എന്നുള്ളത് ഞാൻ കുറേ നേരം ആലോചിച്ചിട്ടാണ്. എന്താണ് നമ്മളൊരാൾക്കൊരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാൻ നമുക്കൊണ്ട് പറ്റുമോ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ ഈ ഒരു ഘട്ടത്തിലൂടെ ഞാൻ കടന്നു വന്ന കാരണം കൊണ്ട് ഇന്ന് ഞാൻ മനസ്സിനൊരു കരുത്തേക്ക് ഞാൻ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെയാണ് എൻ്റെ ഇതിന് ഞാൻ പരിഹാരം കണ്ടെത്തിയിട്ടുള്ളത് എന്നുള്ളതും നല്ല ബോധ്യം എനിക്ക് ഇന്നുണ്ട്. നമ്മുടെ ജോലികൾ ഓരോന്നായിട്ട് അങ്ങനെ തീർക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൃത്യസമയത്ത് ആദ്യം ഇത് ചെയ്യുക അങ്ങനെ ഒരു കാര്യമൊന്നും എനിക്കില്ല. നമ്മുടെ ശരീരവും വസ്ത്രങ്ങളും അല്ലെങ്കിൽ നമ്മുടെ വീടും താമസിക്കുന്ന പാർപ്പിടവും ഒക്കെ നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുപോവുക. അതിന് നമ്മൾ നമുക്ക് സൗകര്യത്തിനനുസരിച്ചിട്ട് ഒരു ദിവസം ഈ കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളതുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഓരോരോ എപ്പോഴാണ് നമുക്ക് സമയം കിട്ടുന്നത് അതിനനുസരിച്ച് നമ്മൾ ഒതുക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മളിതാ ചോറ് കഴിക്കണം കേട്ടോ. നല്ല മാങ്ങ ചമ്മന്തി ഉണ്ടായിരുന്നു. മാങ്ങ പൊട്ടിച്ചിട്ട് നമ്മൾ ചമ്മന്തി അച്ചിട്ടുണ്ടായിരുന്നു, ചില്ലിയും മാങ്ങയും കൂടി. പിന്നെ അതാ ഉപ്പിലിട്ടതും അരിനെല്ലിക്ക പിന്നെ മുളക് അങ്ങനെയൊക്കെ ഉണ്ട്. ഫുഡൊക്കെ അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നനച്ചുള്ളിപ്പണിയൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ കുറേയൊന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഒരുക്കി നമ്മൾ വീട് കൊണ്ടുവരുന്ന അങ്ങനെ കുറേ ഒരു തട്ടാനും കൊട്ടാനൊന്നും എനിക്ക് ഉണ്ടാവലില്ല. പിന്നെ നമ്മൾ ബറാത്തിൻ്റെ എന്താണ് വീഡിയോ എടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചക്കരച്ചോറ് ഉണ്ടാക്കുകയാണ്. എല്ലാ ബറാത്തിനും ഞാൻ ഈ ചക്കരച്ചോറിനെ ഉണ്ടാക്കൽ. ആ ഒരു ദിവസം മാത്രം നമ്മൾ വർഷത്തിൽ ഒരു പ്രാവശ്യം ഞാൻ ഈ ചക്കരച്ചോറ് ഉണ്ടാക്കുകയുള്ളൂ. അപ്പോൾ ഈ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകതയിൽ നമ്മൾ ഈ ഒരു ചക്കരച്ചോറിനെ ഉണ്ടാക്കൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. മധുരം കൂടുതലായിട്ട് അങ്ങനെ ഉണ്ടില്ല, എന്നാലും നല്ല ടേസ്റ്റ് ഉണ്ടാവുമല്ലോ ഈ ചക്കരച്ചോറ് കഴിക്കാൻ, പപ്പടം കൂടി കൂട്ടി കഴിക്കാൻ. ഇനി കുറേ ഒരു പണികളുണ്ട്. തട്ടാനും കൊട്ടാനും അല്ലെങ്കിൽ ക്ലീനിങ് ഒന്നുമല്ല. പിന്നെ നമുക്ക് മുളക് മല്ലി മഞ്ഞൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കാണ്ട് അതിനൊന്നും നിന്നിട്ടില്ല. കുറേ ഓരോരോ ബിസി ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു, ഓരോരോ പോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. ചോറ് ഞാൻ വെച്ചിട്ടുണ്ട് കുക്കറിൽ. നമ്മളൊരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതിലേക്ക് തേങ്ങയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നമ്മൾ അടുപ്പിൽ കുറച്ച് ഏലക്കായും കൂടി കുത്തിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ചെറിയ ജീരകം വറുത്തിട്ട് പൊടിച്ചെടുക്കണം കൂടി ഉണ്ട്. അപ്പോൾ ഈ ചെറിയ ജീരകത്തിൻ്റെയും ഏലക്കായൻ്റെ ഒക്കെ ഒരു ഫ്ലേവർ നല്ല ടേസ്റ്റാണല്ലോ ഈ ഒരു ചക്കരച്ചോറിൽ. അങ്ങനെ നമ്മൾ അത് പൊടിച്ചിട്ട് എടുക്കുന്നുണ്ട്. പച്ചരി വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഉണ്ടാക്കൽ. ചില ഭാഗത്ത് വേറൊരു അരി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പച്ചരി വെച്ച് ചെയ്യുമ്പോഴല്ലോ ഒന്നും കൂടി സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ ഈ ചോറ്. അങ്ങനെ അതൊക്കെ ചോറ് വേവണ ഒരു സമയത്ത് പപ്പടം കൂടി പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇന്ന് വൈകുന്നേരം ഇന്നിപ്പോൾ ഇതിനുണ്ട്. വേറെ സ്നാക്സായിട്ട് ഞാൻ കൂടുതലൊന്നും എണ്ണയിൽ പൊരിച്ചൊന്നും അങ്ങനെ ഉണ്ടാക്കലുമില്ല. പിന്നെ ചിലർ നെയ്യപ്പവും കുഴിയപ്പം ഒക്കെ ഉണ്ടാക്കും തോന്നുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ എന്തുണ്ടാക്കി എന്നുള്ളതെന്ന് കമൻറ്റ് ചെയ്യുക. ചക്കരച്ചോറ് ഇഷ്ടമുള്ളവർ ആരൊക്കെയാണെന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യട്ടോ. നമ്മളെ കൂട്ടുകാർ ചെയ്യുക. അങ്ങനെ 2 വിസിലടിച്ചപ്പോഴേക്കും നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നല്ല ഈ പച്ചരി കൊണ്ട് പെട്ടെന്ന് വെന്തിട്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ ഇതുപോലെ നമ്മളതിൽ ചെറിയ ഉള്ളി ചെറിയ ജീരകം ഒക്കെ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. എന്ന് എഴുതിയിട്ട് എനിക്ക് ഈ തേങ്ങാച്ചോറുണ്ടല്ലോ, തേങ്ങാച്ചോറും ബീഫും ഉണ്ടാക്കുമല്ലോ, ആ തേങ്ങാച്ചോറ് എനിക്ക് തീരെ ഇഷ്ടമല്ല. അതിൽ ഉലുവൊക്കെ വരുന്ന കാരണം കൊണ്ടാണ് തോന്നുന്നുണ്ട് തേങ്ങാച്ചോറിനോട് ഇഷ്ടമല്ല. തേങ്ങാച്ചോറ് ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എൻ്റെ ലൈഫിൽ, കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് തീരെ ഇഷ്ടമല്ല. പ്രാവശ്യത്തെ കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെടാത്ത കാരണം കൊണ്ട് പിന്നെ അത് ഉണ്ടാക്കാനും നിന്നിട്ടില്ല. അങ്ങനെ ചോറ് വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മളിതാ ശർക്കരയുടെ പാനിയും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓവറായിട്ട് മധുരം ഇവിടെ ഇഷ്ടമല്ല, അപ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശർക്കര ഒഴിച്ചതിൻ്റെ ശേഷം ഇങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് എല്ലാ വീട്ടിലും എല്ലാ കുട്ടികളും കഴിക്കുമോ എന്നറിയില്ല കേട്ടോ. ഇവിടെ മോന് കഴിക്കൂല, മോള് കഴിക്കും. പിന്നെ ഇത് ലാസ്റ്റ് ഞാൻ കുറച്ച് ഇളയ തേങ്ങ കുറച്ചും കൂടി ഇട്ട് കൊടുക്കും. നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുമ്പോൾ തേങ്ങയും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ വേവിക്കാൻ വേണ്ടി വെക്കുക. പിന്നെ ഇത് വെന്ത് വന്നതിന് ശേഷം ഈ ശർക്കര ഒഴിച്ചതിന് ശേഷം ഞാൻ കുറച്ച് ഇളയ തേങ്ങ കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റ് വരും നന്നായി തോന്നും. പിന്നെ നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇത്ര ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ചിലരിത് ഈ പറാത്തല്ലാത്ത സമയത്തും ഉണ്ടാക്കി കഴിക്കലുണ്ട്. ഞാൻ ഈ ഒരു സമയത്ത് മാത്രമേ ഉണ്ടാക്കലുള്ളൂ. അങ്ങനെ അതൊന്ന് കുറച്ച് നേരം അടച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടി ഫ്ലേവർ ഉണ്ട് റെഡിയായി കിട്ടും. ചായ കൂടി ഉണ്ടാക്കുന്നുണ്ട്.
ഇതിലേക്ക് കട്ടൻ ചായയാണ് ടേസ്റ്റ് ഇട്ടുണ്ടാവും അല്ലേ. പാൽ ചായ കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. നമ്മളെന്തായാലും കട്ടൻ ചായ ഉണ്ടാക്കൽ. അങ്ങനെ ഞാൻ ഓരോരുത്തർക്കായിട്ട് ചൂടോട് കൂടി തന്നെയാണ് കഴിക്കാനും ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മളിത് വിളമ്പി എടുക്കുന്നുണ്ട്. വൈകുന്നേരത്തെ കാര്യങ്ങളാണ് കേട്ടോ. പിന്നെ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഇത് പോയിട്ടുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നമ്മുടെ കൂട്ടുകാർ ചോദിച്ചതിന് എന്നെക്കൊണ്ട് അറിയുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് നിങ്ങൾക്കും അതേ അഭിപ്രായമാണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ വായിക്കുന്നതും അതിന് കമൻസിന് മറുപടി അറിയണതൊക്കെ എനിക്കിഷ്ടമാണ്. ഞാനറിയാതെ എന്നെ മനസ്സിലാക്കിയിട്ടുള്ള ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ. നമ്മൾ ഏതോ ഒരു കോണിലിരിക്കുന്നവരാണ്, എന്നാലും നമ്മൾ ഒരു കൂട്ടുകാരികളായ ഒരു ഇതാണ്. എന്നെക്കുറിച്ച് എല്ലാം നിങ്ങളറിയണേ, നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ കമൻസ് പറയണേ. അപ്പോൾ നമുക്കത് കേൾക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇഷ്ടമാണ്. എനിക്ക് എല്ലാവരോടും സംസാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞതും അല്ലെങ്കിൽ മറ്റുള്ളവരെ പരിചയപ്പെടുന്നതൊക്കെ ഇഷ്ടമുള്ള ആളാണ്. നമ്മൾ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ അങ്ങനെയല്ലേ വേണ്ടത്. നമ്മളെല്ലാവരും നമ്മളെ സഹജീവികളാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻസുകളായിട്ട് അറിയിക്കുക. പിന്നെ നമ്മൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കൊക്കെ ഒന്ന് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായിട്ട്